ഗുഡ് മോർണിംഗ്. PSC ആസ്പിരൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലുള്ളൊരു പാഠഭാഗമാണ്. പാഠഭാഗത്തിൻ്റെ പേര് വൻകരകളും സമുദ്രങ്ങളും. 6ാമത്തെ പാഠഭാഗമാണ് വൻകരകളും സമുദ്രങ്ങളും എന്നത്. പ്രധാനമായിട്ടും മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ് വൻകരയും അതുപോലെ തന്നെ സമുദ്രവും. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ തരുന്നൊരു പാഠഭാഗമാണ് ഈ 6ാമത്തെ പാഠഭാഗം. അതോടൊപ്പം തന്നെ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാൻ ആവുന്ന തരത്തിലാണ് ഈ പാഠഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളെ കമൻസും രേഖപ്പെടുത്തണം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വൻകരകളും സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട വസ്തുതകൾ. വൻകരകളും സമുദ്രങ്ങളും. പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ പ്രധാനമായിട്ടും ഒരു ഗ്ലോബ് നിരീക്ഷിക്കാനാണ് പറയുന്നത്. ഗ്ലോബ് അല്ലെ, സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട സാധനമാണെന്ത്? ഗ്ലോബ്. ഇപ്പം ഗ്ലോബ് നിരീക്ഷിച്ച് ആ നിരീക്ഷണ ഫലങ്ങൾ രേഖപ്പെടുത്താനാണ് ആദ്യം തന്നെ പറയുന്നത്. ഗ്ലോബിൽ കൂടുതലായിട്ടും നീല നിറത്തിലാണെന്ത് കാര്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും നീല നിറത്തിൽ കാര്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്? വിശാലമായ ജലഭാഗങ്ങളെ സൂചിപ്പിക്കാനാണ്, അഥവാ സമുദ്രങ്ങളെ സൂചിപ്പിക്കാനാണ്. എന്തുകൊണ്ടെന്നാൽ ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 2/3 ഭാഗവും എന്താണ്? സമുദ്രങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 2/3 ഭാഗവും സമുദ്രങ്ങളാണ്. ആ സമുദ്രങ്ങളെ സൂചിപ്പിക്കാനാണ് എന്ത് ഗ്ലോബിൽ ഇളം നീല നിറം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് എന്തറിയപ്പെടുന്നത്? വൻകരകൾ എന്നറിയപ്പെടുന്നത്. സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? വൻകരകൾ. ഇപ്പൊ ഏതൊക്കെയാണ് നമ്മളെ വൻകരകൾ? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. എത്ര ഉണ്ട്? 7 വൻകരകളാണ് നമുക്ക് കാണപ്പെടുന്നത്. ഏഷ്യ വൻകര, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? വൻകരകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 1ാമത്തെ വൻകര ഏതാണ് എടുത്തിട്ടുള്ളത്? ഏഷ്യയാണ് അല്ലെ. ആ ഏഷ്യയുടെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ഏഷ്യ വൻകരയുടെ പ്രത്യേകതകളായിട്ട് പറയാനുള്ളത്? പ്രധാനമായിട്ടും ഏറ്റവും വലിയ വൻകരയാണ് എന്ത്? ഏഷ്യ വൻകര. ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ഏഷ്യ വൻകര. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? ഏഷ്യ വൻകരയിലാണ്. ഏതൊക്കെയാണ്? ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന വൻകര ഏഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? ഏഷ്യ വൻകരയിലാണ്. കൂടാതെ നമ്മുടെ രാജ്യമായ ഇന്ത്യ എവിടെയാണ്? ഏഷ്യ വൻകരയിലാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ വൻകരയിലാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് എവിടെയാണ്? അതും ഏഷ്യ വൻകരയിലാണ്. നമ്മുടെ രാജ്യം ഇന്ത്യ ഏഷ്യ വൻകരയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റും ഏഷ്യ വൻകരയിൽ സ്ഥിതി ചെയ്യുന്നു. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളും മഴ തീരെ കുറവായ പ്രദേശങ്ങളും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളും അടക്കം കുറേ വൈവിധ്യ പ്രദേശങ്ങൾ നമുക്ക് ഏഷ്യ വൻകരയിൽ കാണാവുന്നതാണ്. ഇവിടെ ഒരു എവറസ്റ്റ് കൊടുമുടിയുടെ ചിത്രമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങിയ വിവിധ തരം വിളകളാണെന്ത് ഈ വൻകരയിലൊക്കെ കൃഷി ചെയ്യുന്നത്. ഏഷ്യ വൻകരയിൽ നെല്ല്, ഗോതമ്പ്, ചോളം പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതൽ നെല്ലുൽപാദനം ഉള്ളത് എവിടെയാണ്? അത് ഏഷ്യ വൻകരയിലാണ്. കൂടുതൽ നെല്ലുൽപാദനം ഉള്ളത് എവിടെയാണ്? ഏഷ്യ വൻകരയിലാണ്. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ഏഷ്യ വൻകരയിൽ ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ്? ഹിമാലയാണ് അല്ലെ. ഇത് ഏഷ്യ വൻകരയിലാണ്, ഇന്ത്യയുടെ വടക്കു ഭാഗത്താണ്. ഇന്ത്യ കാലാവസ്ഥയിലൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ്, പ്രധാനമായിട്ടും എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള
കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ എവിടെ കാണുന്നുണ്ട്? ഹിമാലയം പർവ്വത നിരയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പം ഹിമാലയം പർവ്വതനിര അഥവാ എവറസ്റ്റ് കൊടുമുടി ഇതൊക്കെ എവിടെയാണ്? ഏഷ്യ വൻകരയിലാണ്. ഇനി സ്ഥിരമായിട്ട് ഇതിന്റെ പല ഭാഗങ്ങളും എന്താണ്? മഞ്ഞ് മൂടിക്കിടക്കും. ഹിമാലയത്തിന്റെ പല ഭാഗങ്ങളിലും മഞ്ഞ് മൂടിക്കിടക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഹിമാലയം എന്ന് വിളിക്കുന്നത്. അല്ലെ, ഹിമം എന്ന് പറയുമ്പോൾ മഞ്ഞാണെന്ന് നമുക്കറിയാം. ഈ വൻകരയുടെ അല്ലെങ്കിൽ ഹിമാലയ പർവ്വതനിരയുടെ ഭൂരിപക്ഷ പ്രദേശങ്ങളിലും മഞ്ഞ് മൂടിയിട്ടാണ് കാണാറുള്ളത്. അതുകൊണ്ടാണ് എന്ത് ഹിമാലയ എന്നൊരു പേര് ഇതിന് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് ആഫ്രിക്കയാണ്. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് ഉള്ളത്. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് ഉള്ളത്. കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് എന്ത് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് ഉള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് എന്ത് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജനവാസത്തിൽ എന്താണ് 2ാം സ്ഥാനത്താണ് അല്ലെ. ജനവാസം കൂടുതൽ എവിടെയായിരുന്നു? ഏഷ്യയിലാണ്. ജനവാസത്തിൽ 2ാം സ്ഥാനം ഏതിനാണ്? ആഫ്രിക്കയ്ക്കാണ്. കൂടുതൽ പ്രദേശങ്ങളും ആഫ്രിക്കയിൽ ഏതാണുള്ളത്? മരുഭൂമി പ്രദേശങ്ങളാണ്. ആഫ്രിക്കയിൽ കൂടുതലും മരുഭൂമി പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ കൃഷി വളരെ കുറവായിരിക്കും. പിന്നെ ആഫ്രിക്കൻ ആനയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ്. കൂടാതെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈലും ഒഴുകുന്നത് എതിരെയാണ്? ആഫ്രിക്ക വൻകരയിൽ കൂടിയാണ്. അപ്പോൾ ഓർത്തെക്കണം, നൈൽ നദി ഒഴുകുന്നത് ആഫ്രിക്ക വൻകരയിൽ കൂടിയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ആഫ്രിക്ക മരുഭൂമിയിലാണ്. അതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ കാണപ്പെടുന്നത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ മരുഭൂമി പ്രദേശങ്ങൾ കൂടുതലാണെന്ന് പറഞ്ഞു. എന്നാലും ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ വൻകരയിൽ കാണുന്നുണ്ട്. ആഫ്രിക്ക വൻകരയിൽ പ്രധാനപ്പെട്ട ചില ജന്തുക്കളും സസ്യങ്ങളൊക്കെ സാധാരണയായിട്ട് നമ്മൾ പ്രത്യേക വൈവിധ്യത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ, ഇനി നൈൽ നദിയെ കുറിച്ച് കുറച്ച് കാര്യം പറയുന്നുണ്ട്. ആഫ്രിക്കയുടെ വടക്കു കിഴക്ക് ഭാഗത്തു കൂടി വരുന്ന നൈൽ നദിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. നമ്മൾ പറഞ്ഞു ഏകദേശം 6850 കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഓർത്തു വെക്കുക, ഏതാണ് ഇന്റർനാഷണൽ റിവർ എന്ന് പറയുന്നത്? ഏതാണ്? നൈൽ നദിയാണ്. ഇന്റർനാഷണൽ റിവർ എന്നറിയപ്പെടുന്നത് നൈൽ നദിയാണ്. ഇത് ആഫ്രിക്ക വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായി നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈജിപ്തിന്റെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഈജിപ്തിന്റെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് സുഡാൻ എന്ന രാജ്യത്തിന്റെയും ജീവനാഡിയായിട്ട് കണക്കാക്കുന്ന ഏതാണ്? ഈ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നൈൽ നദി തന്നെയാണ്. ഓക്കെ, അപ്പൊ നൈൽ നദിയെ കുറിച്ച് നിർബന്ധമായിട്ട് കാര്യങ്ങൾ ഓർത്തു വെക്കണം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് വടക്കേ അമേരിക്കയാണ്. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3ാം സ്ഥാനത്താണ്. വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3ാം സ്ഥാനത്താണ്. കൂടാതെ അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻവില്ലിയാണെന്ത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻവില്ലിയാണെന്ത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. എവിടെ ഉള്ളത്? വടക്കേ അമേരിക്കയിലുള്ളത്. കൂടാതെ ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിന്റെ 21% എവിടെയാണ്? വടക്കേ അമേരിക്കയിലുള്ള തടാകങ്ങളിലാണ് കാണാറുള്ളത്. അപ്പൊ ലോകത്ത് ലഭ്യമായ ശുദ്ധജല സമ്പത്തിന്റെ 21% കാണുന്നത് വടക്കേ അമേരിക്കയിലെ വിവിധ തടാകങ്ങളിലാണ്. മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ, എസ്കിമോകൾ നമ്മൾ പറയാറുണ്ട്. ഇന്യൂട്ടുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. ഓർത്തു വെക്കണം, ഇന്യൂട്ടുകൾ എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. അഥവാ എസ്കിമോകൾ എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. പിന്നെ കാലാവസ്ഥയും മണ്ണൊക്കെ എന്താണ്? കൃഷിക്ക് വളരെ യോജിച്ചതാണ്. ഇപ്പൊ കൃഷിക്ക് വളരെ അനുകൂലമായതാണ് എന്ത്? വടക്കേ അമേരിക്കയിലെ കാലാവസ്ഥയും മണ്ണും. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ് അല്ലെ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് വടക്കേ അമേരിക്കയിലാണ്. പിന്നെ കൂടാതെ അവിടെ ന്യൂയോർക്ക് നഗരം അല്ലെ, അമേരിക്കയിൽ ഒരു ഗോതമ്പ് പാടം കൊടുത്തിട്ടുണ്ട്. ഇന്യൂട്ട് വംശജര ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചമഹാതടങ്ങൾ വടക്കേ അമേരിക്കയിലെ കാനഡ, USA രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി,
ഒൻറ്റാരിയോ. ഇതാണെന്ത്? പഞ്ചമഹാ തടാകങ്ങൾ. ഈ തടാകങ്ങളിലായിട്ടാണ് എന്ത്? ശുദ്ധജല സമ്പത്തിന്റെ 21% നിലകൊള്ളുന്നത്. ഏതൊക്കെയാണ് പഞ്ചമഹാ തടാകങ്ങളിൽ പെടുന്നത്? സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒൻറ്റാരിയോ. ഓക്കെ, അപ്പൊ പഞ്ചമഹാ തടാകങ്ങളിൽ പെടുന്നുണ്ട്. ഇനി മഞ്ഞുകൊണ്ടാണ് ഇവർ വീടുണ്ടാക്കുന്നത് പറഞ്ഞു അല്ലെ. ഇവർ വംശജരെ വിളിക്കുന്ന പേരെന്താണ്? ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകളാണ്. ഇവരുണ്ടാക്കുന്ന മഞ്ഞുകൊണ്ടുള്ള താൽക്കാലിക വീട് അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. എന്താണ് അതിന്റെ പേര്? ഇഗ്ലു എന്നാണ്. ഇഗ്ലു എന്നത് വടക്കേ അമേരിക്കയിലുള്ള ഇന്യൂട്ട് വംശജരുടെ മഞ്ഞുകാലത്തുള്ള താൽക്കാലിക വാസം. അതാണെന്ത്? ഇഗ്ലു. വടക്കേ അമേരിക്കയിൽ ജീവിക്കുന്ന എസ്കിമോകൾ അഥവാ ഇന്യൂട്ടുകളുടെ താൽക്കാലിക വാസമാണെന്ത്? ഇഗ്ലു എന്ന പേരിൽ അറിയപ്പെടുന്നത്. വടക്കേ അമേരിക്കയെ കുറിച്ച് കുറെ കാര്യം പഠിച്ചല്ലോ. ഇനി തെക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയാണ്. വലുപ്പത്തിൽ 4ാം സ്ഥാനത്താണ് ഏത്? തെക്കേ അമേരിക്ക. മൗണ്ട് അകോങ്കുവ ആണെന്ത്? ഏറ്റവും ഉയരമുള്ള കൊടുമുടി. നമ്മൾ ഓരോ വൻകരകൾ പഠിക്കുമ്പോൾ അവിടെയുള്ള ഉയർന്ന കൊടുമുടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തടാകങ്ങളെക്കുറിച്ചോ അല്ലെ പ്രത്യേക സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇവിടെ ഏതാണ്? തെക്കേ അമേരിക്കയിലെ മൗണ്ട് അകോങ്കുവ ആണെന്ത്? ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ് അല്ലെ. ആമസോൺ നദി എവിടെയാണ്? തെക്കേ അമേരിക്കയിൽ. എന്താ പ്രത്യേകത? ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിക്കുന്ന നദിയാണത് ആമസോൺ. ഈ ആമസോൺ എവിടെയാണ്? തെക്കേ അമേരിക്ക വൻകരയിലാണ്. ഓക്കെ, ഇനി തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗത്തുള്ള ആമസോൺ നദീതടത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളതാണ്. അല്ലെ. പിന്നെ ബ്രസീലൊക്കെ അല്ലെ, ബ്രസീലിൽ ഒരു കാപ്പിത്തോട്ടത്തിന് ചിത്രം കൊടുത്തിട്ടുണ്ട്. കന്നുകാലി വളർത്തലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ. ഇപ്പൊ തെക്കേ അമേരിക്കയിലെ ആ ഒരു വൻകരയിൽ തന്നെ അല്ലെ പ്രധാനമായിട്ടും അവര് ഫോളോ ചെയ്യുന്ന തൊഴിൽ ഏതാണ്? ഉപജീവന മാർഗം ഏതാണ്? കന്നുകാലി വളർത്തലാണ്. കണ്ടില്ലേ, ഒരു വാണിജ്യ കന്നുകാലി വളർത്തലിന്റെ ഒക്കെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരു മീനാണ് പിരാന. ഓർത്ത് വെക്കണം, പിരാന. മറ്റു മത്സ്യങ്ങളെയും നദിയിൽ ഇറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിന്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു തീർക്കും. എവിടെയാണ്? ആമസോൺ നദിയിലാണ് അല്ലെ. ആമസോൺ നദിയിൽ ഇറങ്ങിയാൽ പിരാന മീൻ എന്താണ്? ആളുകളെ മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ച് നിമിഷ നേരത്തിൽ തിന്നുകളയുന്നാണ് പറയുന്നത്. ഈ മരച്ചീനിയെ കുറിച്ച് പറയുന്നുണ്ട്. കേരളീയരുടെ ഒരു നല്ല ഇഷ്ടഭക്ഷണമാണെന്ത്? മരച്ചീനി. അതിന്റെ ജന്മദേശം എവിടെയാണ്? തെക്കേ അമേരിക്കയാണ് അല്ലെ. തെക്കേ അമേരിക്കയിൽ നിന്ന് വേറെയും കുറെ കാർഷിക വിളകൾ വന്നിട്ടുണ്ട്. അടുത്തതായി അന്റാർട്ടിക്കയെ കുറിച്ചാണ് പറയാനുള്ളത് അല്ലെ. അന്റാർട്ടിക്കയെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ പല മത്സര പരീക്ഷകളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. എന്താണ് അന്റാർട്ടിക്കയുടെ പ്രത്യേകത? നമുക്കൊന്ന് നോക്കാം. വലുപ്പത്തിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം. വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര ഏതാണ്? അന്റാർട്ടിക്കയാണ്. ഇപ്പൊ എന്തൊക്കെയാണ്? വലുപ്പത്തിൽ 5ാം സ്ഥാനമുണ്ട്, ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ്, കൂടാതെ വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന പ്രദേശം അഥവാ വൻകരയാണ് ഏത്? അന്റാർട്ടിക്ക. സ്ഥിരമായ ജനവാസം അവിടെ അല്ല കേട്ടോ. സ്ഥിരമായ ജനവാസം നമുക്ക് കാണാൻ പറ്റില്ല. അളവറ്റ ധാതു നിക്ഷേപമുള്ള ഈ വൻകരയിൽ ധാതു പര്യവേഷണത്തിനായും കാലാവസ്ഥാ പഠനങ്ങൾക്കായും എന്താണ് പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ പെൻഗിനെ കണ്ടില്ലേ? പെൻഗിൻ അല്ലെ. പെൻഗിൻ അന്റാർട്ടിക്കയിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. പിന്നെ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രമാണ് ഏത്? മൈത്രി. കൂടാതെ ഭാരതി അല്ലെ. മൈത്രി ഭാരതിക്ക് എന്താണ്? ഇന്ത്യൻ ഗവേഷണ കേന്ദ്രമാണ്. എവിടെ ഉള്ളത്? അന്റാർട്ടിക്കയിലുള്ളതാണ്. ഈ ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ 1983 ഇന്ത്യ ഒരു തപാൽ ഓഫീസ് അല്ലെ, ഒരു പോസ്റ്റ് ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് 2000-ഓളം കത്തുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് വർഷമാണ്? 1983 അല്ലെ. 1983 എവിടെയാണ്? ദക്ഷിണ ഗംഗോത്രി. അത് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. ഓക്കെ, അപ്പൊ അന്റാർട്ടിക്കയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തേക്കണം. അടുത്ത എന്താണ്? യൂറോപ്പാണ്. യൂറോപ്പ് എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് എന്ത്? യൂറോപ്പ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ത്? യൂറോപ്പിന്റെ സ്ഥാനം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് യൂറോപ്പിന്റെ പ്രത്യേകതകൾ. വലുപ്പത്തിൽ
6ാം സ്ഥാനത്താണ്. പിന്നെയോ യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു. ഓർക്കാൻ എളുപ്പമാണ് അല്ലെ? യൂറോപ്പ് എന്ന് പറയുമ്പോൾ യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. ജനസംഖ്യയിൽ 3ാം സ്ഥാനം. യൂറോപ്പിന്റെ തെക്കു ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്കുഭാഗത്ത് അതികഠിനമായ തണുപ്പാണ് അല്ലെ? വടക്കുഭാഗത്ത് അതികഠിനമായ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു വൻകരയാണ് ഏത്? യൂറോപ്പ്. ജനസംഖ്യയിൽ 3ാം സ്ഥാനമാണ് ഏതിനുള്ളത്? യൂറോപ്പിനുള്ളത്. പിന്നെ വ്യാവസായികമായിട്ട് വളരെയേറെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൻകരയാണ് യൂറോപ്പ്. അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ എന്താണ്? മത്സ്യബന്ധനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴില്. ഇനി ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ? സ്കീയിങ് യൂറോപ്പിലെ ഒരു വിനോദമാണ്. ഇവിടെ മുന്തിരി കൃഷിയൊക്കെ വളരെ പ്രാധാന്യമാണ് അല്ലെ? ലണ്ടൻ നഗരത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ? യൂറോപ്പിലെ പ്രധാനപ്പെട്ട സസ്യങ്ങളുടെ ജന്തുക്കളെയൊക്കെ ചിത്രങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ഇതിലൊരു ടാസ്കും കുട്ടികൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. പാരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന നോർവേ ആണ് അല്ലെ? ആർട്ടിക് വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടാറുള്ളത്. പിന്നെ പാതിരാസൂര്യന്റെ നാട്ടിൽ എന്ന പുസ്തകക്കാരാണ് എഴുതിയത്? SK പൊറ്റക്കാടാണ്. പാതിരാസൂര്യന്റെ നാട് ഏതാണ്? നോർവേ ആണ്. ഇനി ഓസ്ട്രേലിയ. എന്താണ് ഓസ്ട്രേലിയയുടെ പ്രത്യേകതകൾ? ഏറ്റവും ചെറിയ വൻകരയാണ് എന്ത്? ഓസ്ട്രേലിയ. ഓഷ്യാനിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. ഓഷ്യാനിയ എന്ന് വിളിക്കുന്നത് ഓസ്ട്രേലിയയാണ്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നത്? അത് പൂർണ്ണമായിട്ടും ജലത്താല് ചുറ്റപ്പെട്ടിട്ടാണ് അല്ലെ ഓസ്ട്രേലിയ വൻകര കാണപ്പെടുന്നത്. മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ് നമ്മൾ പഠിച്ചു അല്ലെ? മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ്, സഞ്ചി മൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ അല്ലെ? നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോ, സഞ്ചി മൃഗമായ കങ്കാരു, മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ് അല്ലെ? ഇതൊക്കെ അവിടെ പ്രധാനമായിട്ടും കാണുന്നുണ്ട്. എവിടെയാണ്? ഓസ്ട്രേലിയ വൻകരയില് പ്രധാനമായിട്ടും കാണപ്പെടുന്നുണ്ട്. അവിടുത്തെ കുറച്ച് നഗരങ്ങൾ, അതായത് സിഡ്നി നഗരം അവിടെയാണ്. സിഡ്നി അവിടെയാണ്. പിന്നെ ഗോതമ്പ് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കാൽഗൂർലി സ്വർണ്ണഖനി അല്ലെ? കാൽഗൂർലി സ്വർണ്ണഖനിയാണ്. അതും ഓസ്ട്രേലിയ വൻകരയാണ്. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യാറുണ്ട്. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം ഒക്കെ. പിന്നെ ചെമ്മരിയാട് വളർത്തൽ അവിടെ വളരെയധികം നടക്കുന്ന ഒരു തൊഴിലാണ്. ചെമ്മരിയാടിനെ വളർത്തുക എന്ന് പറയുന്നത്. ദ്വീപുകൾ എന്താണ്? പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് എന്ത്? ദ്വീപുകൾ അല്ലെ? ദ്വീപുകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പൂർണ്ണമായിട്ടും എന്താണ്? ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതായിരിക്കും. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ആണ് എന്ത്? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഗ്രീൻലാൻഡ് ആണ്. അപ്പൊ ദ്വീപ് എന്ന് പറയുമ്പോൾ ഒരു പ്രദേശമാണ് അല്ലെ? എന്താ അതിന് പ്രത്യേകത? അതിന് ചുറ്റും എന്താണ്? ജലമായിരിക്കും അല്ലെ? ചുറ്റും ജലം. ജലത്താല് പൂർണ്ണമായിട്ടും ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗമാണെന്ത്? ദ്വീപുകൾ എന്ന് അറിയപ്പെടുന്നത്. ഗ്രീൻലാൻഡ് ഏറ്റവും വലിയ ദ്വീപാണ്. പിന്നെ കങ്കാരുവിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? കങ്കാരുവിനെ കുറിച്ച് സഞ്ചി മൃഗം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ കുറച്ച് ചിത്രങ്ങൾ. ചെമ്മരിയാട് വളർത്തൽ ന്യൂസിലാൻഡിൽ നടക്കുന്ന ചെമ്മരിയാട് വളർത്തൽ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ്. അതിനെക്കുറിച്ചുള്ള ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലോകത്തുള്ള 7 വൻകരകളെ കുറിച്ച് പഠിച്ചു അല്ലെ? ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്? സമുദ്രങ്ങളെ കുറിച്ചാണ് അല്ലെ? ഇപ്പൊ ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് എന്ത്? കടലുകൾ. ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണെന്ത്? കടലുകൾ. അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ള ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സമുദ്രഭാഗങ്ങൾ എന്നാണ്. ആദ്യം തന്നെ പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രം വലുപ്പത്തിൽ 1ാം സ്ഥാനമുള്ളത് ഏതിനാണ്? പസഫിക് സമുദ്രത്തിനാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നതും ഈ സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം അതാണ് എന്ത്? ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന ചലഞ്ചർ ഗർത്തമാണ്. പ്രധാനപ്പെട്ടതാണ്. പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന ചലഞ്ചർ ഗർത്തമാണ് എന്ത്? ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് എവിടെയാണ്? പസഫിക്കിലാണ് അല്ലെ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നതും പസഫിക്കിലാണ്. പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ 1/3 ഭാഗത്തോളം വരും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? വലുപ്പത്തില് 1ാം സ്ഥാനം ഏതിനാണെന്ന് പറയുന്നുണ്ട്? പസഫിക് സമുദ്രത്തിനാണ് പറയുന്നത്. ഓക്കെ. പസഫിക് സമുദ്രം അല്ലെ? അവിടെ ചിത്രം കണ്ടില്ലേ? അപ്പൊ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവൂലേ? വളരെയധികം വിസ്തൃതമായതാണ് ഇത് പസഫിക്
സമുദ്രം. അതുപോലെ അറ്റ്ലാന്റിക് സമുദ്രം വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് അല്ലെ. 2ാം സ്ഥാനം ഉള്ളത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ്. ഗ്രാൻഡ് ബാങ്ക്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഓക്കെ. പിന്നെ സമുദ്രപാത എവിടെയാണ് കാണപ്പെടുന്നത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. മറന്നു പോയത് നമ്മൾ പറഞ്ഞു വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ്. കൂടാതെ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നു. പിന്നെ വടക്ക് ഭാഗത്തായിട്ട് ഏറ്റവും തിരക്കേറിയ സമുദ്രപാത കാണപ്പെടുന്നു. അപ്പോൾ സമുദ്രപാത ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന് പറയുന്നത് എന്താണ്? അറ്റ്ലാന്റിക്കിന്റെ വടക്ക് ഭാഗമാണ്. ഇതിന്റെ അറ്റ്ലാന്റിക്കിന്റെ വടക്ക് ഭാഗമാണ്. ഓക്കെ. അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലെ. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ് എന്ത്? ഇന്ത്യൻ മഹാസമുദ്രം. ഇതിന്റെ ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് കാണുന്നത്? അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമാണ്. ഇവിടെ കൊടുത്ത ചിത്രം നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ലെ. കണ്ടില്ലേ? പവിഴപ്പുറ്റുകൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന പ്രത്യേകത പവിഴപ്പുറ്റുകളാണ്. അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപസമൂഹത്തിലധികവും പവിഴ ദ്വീപുകളാണ് അല്ലെ. അറബിക്കടലിലെ ലക്ഷദ്വീപ് സമൂഹത്തിൽ കുറെ ചെറിയ ദ്വീപുകൾ ഉണ്ട്. അതെന്താണ്? പവിഴ ദ്വീപുകളാണ് കൂടുതലായിട്ടും അവിടെ കാണപ്പെടുന്നത്.